ഒരു മാസം വരെ കേടാകാതിരിക്കുന്ന 3 തരം ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത് വിടാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയും കൂടിയാണ് കേട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട തയ്യാറാക്കാൻ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? അയ്യോട്ടാ, ഇന്ന് ഞാനുണ്ടല്ലോ 3 തരം ചമ്മന്തിയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതായത് ഒരു മാസം വരേക്കും കേട് കൂടാതിരിക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ തീ കത്തിച്ച് ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതാ പാത്രം ചൂടായി അതിലേക്ക് നമുക്കിതാ ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്കിതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായി അതിലേക്ക് നോക്കിയേ 10 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നോക്കിയേ മുളക് ഇതാ ഇതേപോലെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വറവ് പാകമാകുമ്പോഴാണ് ഈ ഒരു കളർ വരിക കേട്ടോ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയേ, ഞാനൊരു 25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഇട്ട് നല്ല വലുപ്പമുള്ള 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നോക്കിയേ ഒരു ചെറുനാരങ്ങ, അത്ര ചെറിയൊരു ചെറുനാരങ്ങ ഉണ്ടല്ലോ അത്രയും വലുപ്പമുള്ള നമ്മുടെ കോലിപ്പുളി കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. നമുക്ക് എന്താ പറയുക, ഉള്ളി വേണമെങ്കിൽ അരിഞ്ഞൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിട്ട് വഴറ്റെടുക്കാം കേട്ടോ. ഞാനിത് മുഴുവനോടെ ഇട്ടുന്നുള്ളൂ. മുഴുവനോടെ ഇടുമ്പോഴേ നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് നന്നായിട്ട് അരഞ്ഞ് പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുഴുവനോടെ ഇട്ടിട്ടുള്ളത്. നല്ല വെണ്ണ പോലെ അരിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ടിട്ട് വഴറ്റിയെടുത്താലും മതി കേട്ടോ. നമ്മൾ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 5-8 കതിര് കറിവേപ്പില ഇടാം കേട്ടോ. വേപ്പിലും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മൂത്തൊന്നും പോവണ്ട, നല്ല അത് വേവണൊരു ഇതുണ്ടല്ലോ അത്ര ആവാനേ പാടുള്ളൂ കേട്ടോ. നോക്കിയേ വേപ്പിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതേപോലെ നമ്മൾ എന്താ പറയുക കണ്ട വേപ്പിലേക്ക് നന്നായിട്ട് ഒരു വിധം നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതില്ലേ പുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇതാ പുളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആകപ്പാടെ 1 മിനിറ്റ് നേരം നമുക്ക് വഴറ്റുണ്ടോ കേട്ടോ. ഇതാ വഴറ്റി കഴിഞ്ഞ് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നേരെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊക്കെ അടക്കം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഒരുമിച്ച് എല്ലാം അതാക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടണം. നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ ഇരുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ മുളകുണ്ടല്ലോ ഒന്ന് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നോക്കിയേ ജാറിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ ഉള്ളിലേക്ക് ചൂടാറിയിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മളിതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെണ്ണ പോലെ അരിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അതേപോലെ അരയ്ക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ കാണേണ്ട രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവരാം. പിന്നെ വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല. അപ്പോൾ നോക്കിയേ നമ്മൾ അരച്ചിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ല വെണ്ണ പോലെയല്ല കണ്ട. ആ മുളകിൻ്റെ കുരും അതേപോലെ ഉള്ളിയിലൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കണേ. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ തീരെ ഒഴിക്കില്ല. കാരണം നമ്മൾ പറയും ഇത് കേടാവാതിരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നല്ല ടേസ്റ്റായിട്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ ഓരോ പോലെ നല്ല രസത്തിൽ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇനി വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ചമ്മന്തി കൊണ്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഉള്ളിച്ചമ്മന്തി, ഉള്ളിയും മുളകൊക്കെ കൂടിയിട്ടുള്ള നല്ല ഉള്ളിച്ചമ്മന്തി എന്ന് പറയാം. ഇനി രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ചമ്മന്തി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ തീ കത്തിച്ച് ഒരു പാത്രം കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു നാളികേരമാണ് കേട്ടോ ചെരുകിയെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് വറക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ നല്ല തീ കൂട്ടി വെച്ചിട്ട് ഒന്നും വറക്കാൻ പാടില്ല. മീഡിയം രീതിയിൽ തീ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതാണെങ്കിൽ വറവ് കൃത്യമാവണം. അപ്പോൾ നമുക്ക് നാളികേരം ചെറുക്കുമ്പോൾ അതിൽ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വറവ് ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിക്കാം. അതിന് ശേഷം നാളികേരം ഇതേപോലെ ഇട്ടിട്ട് വറുത്താൽ മതി കേട്ടോ. നമ്മുടെ ഉണ്ടല്ലോ ഈ നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ നന്നായി വെലിഞ്ഞ് വരണം കേട്ടോ. നമുക്കറിയാം നാളികേരം ഇട്ട് കഴിയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് പോകണ വരെ നമ്മൾ ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് പിന്നെ ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. നാളികേരമൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ നാളികേരത്തെ ആ വെള്ളമൊക്കെ വെലിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്കിപ്പോൾ സൗണ്ട് ഒന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്കുണ്ടല്ലോ ഒരു 8 വറ്റമുളക് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ നാളികേരം ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളർ അവിടെ വരെ തന്നെ നമുക്കിതിങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. മുളകൊക്കെ ഇട്ടിട്ട് മുളകൊക്കെ ഒന്ന് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒരു 20 കതിര് കറിവേപ്പില ഇട്ടോ. കാരണം ഇതിൽ കറിവേപ്പിലേക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ വേപ്പില കൂടുതൽ ഇടുന്ന കാരണം വേപ്പില കട്ടിയെന്നും ഇത് പറയൂ കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ വേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോ. ഇപ്പം ഞാൻ 20 കതിരെന്ന് പറഞ്ഞത് ഒരു 2 കതിര് കൂടിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മളുണ്ടല്ലോ ചമ്മന്തിപ്പൊടിക്ക് നാളികേരം വറക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ ഇങ്ങനെ ഇളക്കാതിരിക്കരുത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം എങ്കിലാണ് വറവ് റെഡി ആവുള്ളൂ കേട്ടോ. വറവ് റെഡി ആയില്ലെങ്കിൽ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല നല്ല തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിൽ അല്ലെങ്കിൽ തീ ഭയങ്കര കുറവിൽ അങ്ങനെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ പുളി നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ അത്രയും കോലിപ്പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിതാ ഇതിലൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നോളൂ കേട്ടോ. കാര്യം ഇതിന് ചൂട് കൂടുന്തോറും ഇനി വറവ് കൂടും. ഈ ഒരു വറവാണ് പാകം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാറുന്ന വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി പൊടിക്കുള്ളത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇത് പൊടിച്ചതിന് ശേഷം ഉപ്പിന് കുറവുണ്ടെങ്കിൽ അപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നന്നായി അടിക്കരുത്. അങ്ങനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞിട്ട് ഇതിങ്ങനെ എന്താ പറയുക ഒരു കുഴ രൂപത്തിൽ വരും. നമുക്കിത് പൊടി രൂപത്തിലാണ്. അപ്പം നമ്മുടെ മിക്സിക്ക് വേറൊരു സ്വിച്ച് കണ്ടിട്ടില്ല, വേറൊരു കളർ ഒട്ടിക്കായിട്ട് അതും അമർത്തിയിട്ട് ഒന്നടിക്കുക നിർത്തുക, ഒന്നടിക്കുക നിർത്തുക, അങ്ങനെയായിട്ടിത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ എനിക്കിതാ 2 പ്രാവശ്യമായിട്ട് പൊടിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മൾ മുന്നേ പൊടിച്ചതുണ്ട് ഇതേപോലെ പൊടി. ബാക്കി നമ്മളിതാ ജാറിലിട്ട് പൊടിച്ചത് നോക്കിയാൽ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം കേട്ടോ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജാറിൽ കൂടുതൽ നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിയും. അങ്ങനെ ചെയ്യരുത്. ചമ്മന്തിക്ക് പൊടി നമ്മൾ ജാറിലടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ചമ്മന്തിപ്പൊടി. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ജാറിൻ്റെ ഉള്ളിൽ കണ്ടോ ആ പൊടിയായ കാരണം നല്ല പൊടിയായിട്ട് കണ്ട് ജാറിനുള്ളൊക്കെ കണ്ടോ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. ഇതേപോലെ ആയിരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ ജാറിൽ കൂടുതൽ നേരം അടിക്കൊന്നും ചെയ്യായിരിക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി. ഇനി നമ്മൾ അരയ്ക്കാൻ പോണ ചമ്മന്തി ഉണക്കച്ചെമ്മീൻ പൊടിയാണ്. അപ്പോൾ ഇതാ ഉണക്കച്ചെമ്മീൻ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതാ തീ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ കഴുകിയ ചെമ്മീനായ കാരണം നമ്മളിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല. നമ്മളിതാ പാത്രത്തിലിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വരിയണ വരെ ഒന്ന് പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വരിച്ചെടുക്കാം കേട്ടോ. നമ്മളിതാ ചെമ്മീനൊക്കെ ഇട്ടതാ ചെമ്മീനിലത്തെ വെള്ളമൊക്കെ ഇതാ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ചെമ്മീൻ വറുത്തിട്ട് വേണം ചമ്മന്തി പൊടിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതാ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ചെമ്മീൻ്റെ വറവ് റെഡിയായി വരുന്ന സമയത്ത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ തീ കുറച്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാം ഉണക്ക ചെമ്മീനാണ്. അതിലേക്ക് ഇതാ 3 ടീസ്പൂൺ കുത്തിപ്പൊടി മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തീ കുറവില്ല വെച്ച് നോക്കണേ, കാരണം മുളക് കരിഞ്ഞ് പോവരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് നോക്കിയേ ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിലുള്ള കോലിപ്പുളി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. കാരണം വറവ് ചെമ്മീനും കൂടി പോവരുത്, മുളക് കരിഞ്ഞും പോവരുത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് നമുക്ക് വേഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ നിന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എത്ര ഉപ്പ് മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് ചമ്മന്തി ആയാലും നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ മിക്സിയുടെ സൈഡിലുള്ള ഒരു കളർ ബട്ടൺ ഉണ്ടാവും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തുക, കറക്കുക, വിടുക. അങ്ങനെ അമർത്തി വിടുക അതേപോലെ അടിച്ചെടുത്തോളൂ കേട്ടോ. ഇത് പൊടിച്ചുകൊണ്ടിരാം. അപ്പോൾ ഇതാ നോക്കിയേ നമ്മൾ ഇതേപോലെയാണ് ഇതാ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ ജാറ് കണ്ട ഇതേപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 3 തരം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 തരം ചമ്മന്തിയും നമുക്ക് 1 മാസം വരെ കേടാകാതിരിക്കും. ഒരാഴ്ച പുറത്ത് വയ്ക്കാം കേട്ടോ. ഒരാഴ്ച വരെ പുറത്ത് വെച്ചാലും കേടാവില്ല. പിന്നെ നമുക്ക് നല്ല എയർ കിടക്കാത്ത പാത്രത്തിലേക്ക് ആക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മുടെ ചമ്മന്തി ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. നാളികേരമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിച്ചില്ലേ, അതായത് വേപ്പില കട്ടിയെന്നും പറയും കേട്ടോ. ഇതാണ് നമ്മുടെ മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി എന്നൊക്കെയും പറയാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ചെമ്മീൻ പൊടി. കണ്ടോ, 3 നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായേട്ടനെ വിളിച്ചിട്ട് പറ്റാം കേട്ടോ. അപ്പം ഇന്ന് ഷായേട്ടന് 3 തരം ചമ്മന്തി കൂട്ടിയിട്ടുള്ള ടേസ്റ്റാണ് പറയേണ്ടത് വരണ്ടേ. 3 നല്ല മുളകാണെങ്കിൽ അടിപൊളിയായി. ഇത് നമ്മുടെ ചെമ്മീൻ പൊടി, ഇത് നമ്മുടെ മുളക് ചമ്മന്തി, നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ വേപ്പില കത്തി. അടിപൊളിയായിട്ടാ സാധനം. കാണുമ്പോഴേ പൊടി കാണാനൊക്കെ രസാ, പക്ഷെ കഴിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഇതറിയാ. ഫസ്റ്റ് ചമ്മന്തിയാ.
സൂപ്പർ. നമ്മുടെ അവിടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണതാ. അപ്പോൾ ഇത് അത്ര രസമാണ്. കുറച്ച് മതി ശരിക്കും. നോക്കിക്കേ. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിക്കോളും. ഓരോ ചമ്മന്തിയും ഇതായാലും രസമാണ്. ഉള്ളിക്കിട്ടുള്ളത് അത് വേറെ രസമാണ്. അതേമാതിരി ഇത് നമ്മുടെ വേപ്പില കട്ടി എന്ന് പറയുന്നത് ഉണ്ടാക്കി കൊണ്ടുപോകാം ശരിക്കും. പിന്നെ വീട്ടിൽ ജോലിക്ക് പോണവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാൻ പെട്ടെന്ന് വേറെ കറികളൊന്നും വയ്ക്കണ്ടല്ലോ, അതിന് വേണ്ടി ചെയ്ത്. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.